അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയമുള്ളവരെ, വിശുദ്ധ ഖുർആനിൽ ഒരുപാട് ചിഹ്നങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും. ഈ ചിഹ്നങ്ങൾ കാണുമ്പോൾ നമുക്ക് പലപ്പോഴും സംശയം വരാൻ സാധ്യതയുണ്ട്. ഇതെന്തിനാണ് എന്നുള്ളതാണ്. ഇത് സാധാരണക്കാരായ നമ്മെപ്പോലത്തെ ആളുകൾക്ക് വേണ്ടിയാണ് ഈ ചിഹ്നങ്ങളെ വിശുദ്ധ ഖുർആനിൽ വെച്ചിട്ടുള്ളത്. ഇതറിയുന്ന വിശുദ്ധ ഖുർആൻ കൃത്യമായിട്ട് അറിയുന്ന ഒരാളെ സംബന്ധിച്ച് അത് പ്രയാസം ഉണ്ടാവില്ല. ആ ചിഹ്നം അറിയേണ്ട ആവശ്യമൊന്നും ഉണ്ടാവില്ല. നാം വാഹനം കൊണ്ട് ഒരു റോട്ടിലൂടെ പോവുകയാണ്. ആ റോഡ് നമുക്ക് കൂടുതൽ പരിചയമുള്ള റോഡാണെങ്കിൽ അതിന് എവിടെയൊക്കെ വളവുണ്ട്, എവിടെയൊക്കെ കുഴിയുണ്ട്, എവിടെയൊക്കെ ഹമ്പുണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് അറിയാൻ സാധിക്കുന്നത് കൊണ്ട് ആ റോട്ടിലൂടെ വാഹനം കൊണ്ടുപോകാൻ പ്രയാസമുണ്ടാവില്ല. കാരണം നമുക്ക് പരിചയമുള്ള റോഡായതുകൊണ്ട്. നേരെ മറിച്ച് ഒരു റോട്ടിലൂടെ പോവുകയാണ്, അവിടെ അമ്പുണ്ട്, കുഴിയുണ്ട്, വളവുണ്ട്, ഇത് തിരിയാത്ത ഒരാളെ സംബന്ധിച്ച് അയാൾ വാഹനം കൊണ്ടുപോകുമ്പോൾ കൃത്യമായിട്ട് സൂക്ഷ്മതയോടുകൂടെ കൊണ്ടുപോയാൽ മാത്രമേ വാഹനം കൃത്യസ്ഥാനത്ത് നമുക്ക് എത്തിക്കാൻ സാധിക്കുകയുള്ളൂ, നമുക്ക് യഥാസ്ഥാനത്ത് എത്താൻ സാധിക്കുകയുള്ളൂ. ഇതേപോലെയാണ് വിശുദ്ധ ഖുർആൻ്റെ ഈ ചിഹ്നങ്ങൾ. ഈ ചിഹ്നങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് വിശുദ്ധ ഖുർആൻ നമുക്ക് ഓതിക്കൊണ്ടിരിക്കുമെന്ന് സാധാരണക്കാരെ നമ്മെ സംബന്ധിച്ച് എവിടെയും നിർത്താമെങ്കിലും അത് കൃത്യമായിട്ട് നിർത്തണം, നിർത്തരുത് എന്നുള്ളതായ ആ ഒരു എവിടെയാണ് നിർത്താൻ നല്ലത് എന്നുള്ളതായ ആ ഒരു കാര്യത്തെയാണ് ഈ ചിഹ്നം കൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ അത് നാം പ്രത്യേകം മനസ്സിലാക്കും. നാം ആദ്യമേ മനസ്സിലാക്കേണ്ട ഒരു വിഷയം പറയാണ്. വിശുദ്ധ ഖുർആന് സപ്പോസ് സങ്കല്പിക്കുക, ഒരാൾ സൂറത്തുൽ ഫാത്തിഹ മുതൽ സൂറത്തുൽ നാസ് വരെ ഒറ്റ ശ്വാസത്തിൽ ഓതുകയാണെങ്കിൽ, അങ്ങനെ കഴിയൂല, ഞാൻ അങ്ങനെ ഓതുകയാണെന്ന് വെച്ചോളി. അങ്ങനെ ഓതിയാൽ എന്തില്ല, ഒരു കുഴപ്പവും വരുന്നില്ല. അപ്പോൾ നമുക്ക് വരുന്ന സംശയമാണ്, അപ്പോൾ അതിൻ്റെ ഇടയിലുള്ള ചിഹ്നങ്ങൾ വരുമ്പോൾ നിർത്തണ്ടേയോ. മനഃപൂർവ്വം അർത്ഥം തെറ്റിക്കുക എന്ന ഉദ്ദേശമില്ലാതെ ഒരാൾ നിർത്തരുത് എന്ന് പറഞ്ഞ സ്ഥലത്ത് നിർത്തി, അല്ലെങ്കിൽ നിർത്തണം എന്ന് പറഞ്ഞ സ്ഥലത്ത് നിർത്താതെ ഓതി, അതുകൊണ്ട് എന്തില്ല, ഒരു കുഴപ്പവും വരില്ല. നേരെ മറിച്ച് അർത്ഥം തെറ്റിക്കുക, വിശുദ്ധ ഖുർആൻ്റെ അർത്ഥം തെറ്റിക്കുക എന്ന് പറഞ്ഞാൽ ഒരു സാധാരണ നമ്മൾ മലയാളത്തിൽ തന്നെ ഒരു വാക്ക് എന്ത് ചെയ്തു പൂർത്തിയാക്കാതെ അതെന്ത് ചെയ്തു പറഞ്ഞു നിർത്തിയാൽ, അങ്ങനെ അർത്ഥം തെറ്റിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടെ നിർത്തുമ്പോൾ എന്ത് ചെയ്തു അപ്പോൾ അങ്ങനെ നിർത്തുമ്പോൾ അത് പ്രശ്നമാണ്. അങ്ങനെ ഉദ്ദേശമില്ലാതെ എന്ത് ചെയ്തു ഒരാൾ ഒരു സ്ഥലത്ത് നിർത്തി, അതിന് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഈ ചിഹ്നങ്ങളെ തന്നത് നമുക്ക് നിർത്താനും നിർത്താതിരിക്കാനും, നമുക്ക് പെട്ടെന്ന് നമ്മളെ സംബന്ധിച്ച് സാധാരണക്കാരെ നമ്മളെ സംബന്ധിച്ച് ഇന്ന ഭാഗം കണ്ടാൽ അത് എന്താണ്, ഇന്ന ഭാഗത്ത് നിർത്തേണ്ട ഒരു സ്ഥലമാണ്, ഫുൾ സ്റ്റോപ്പുള്ള ഒരു സ്ഥലമാണ് എന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാകില്ല. അപ്പോൾ അത് മനസ്സിലാക്കി തരാനാണ് ഈ ചിഹ്നങ്ങളുള്ളത് എന്ന് നാം ആദ്യമേ മനസ്സിലാക്കുക. അപ്പോൾ നാം ഇത് ആദ്യം മനസ്സിലാക്കുക. ഈ പറഞ്ഞ കാര്യം ആദ്യം നാം നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. പിന്നെ ഒരാൾ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ ഖില എന്ന സ്ഥലം അവിടെയാണ് ഓതിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് എത്തുന്നതിന് മുമ്പ് മറ്റു ചിഹ്നങ്ങളൊന്നും കണ്ടില്ല. അപ്പോൾ അത് പക്ഷേ അത് എത്തുന്നതിന് മുമ്പ് നമുക്ക് എന്ത് ചെയ്തു, ശ്വാസം മുട്ടി. അപ്പോൾ എന്ത് ചെയ്യും, അപ്പോൾ അവിടെ നിർത്തേണ്ടി വരും. നിർത്തിയിട്ട് വീണ്ടും അതിൻ്റെ മുമ്പുള്ള വാക്ക് എടുത്തിട്ട് ഓതുക. ഇനി അങ്ങനെയല്ല എടുത്ത് ഓതണം നിർബന്ധമൊന്നുമില്ല. അപ്പം എന്ത് ചെയ്യുക, അതിന് ശേഷമുള്ള എന്ത് ചെയ്യുക, ഓതിയാലും എന്തില്ല, കുഴപ്പമില്ല. നല്ലതെന്താണ്, ചേർത്തി ഓതലാണ് നല്ലത്. എന്നിട്ട് ഖില എന്ന സ്ഥലത്ത് എത്തുമ്പോൾ നിർത്തുക എന്നുള്ളതാണ്. അപ്പോൾ അവിടെ നിർത്തുക. കാരണം ഖില എന്നുള്ള സ്ഥലത്ത് നിർത്തലാണ് ഏറ്റവും നല്ലത് എന്നുള്ളതാണ്. ഇനിയിപ്പോൾ അവിടെ ഒരാൾ നിർത്തിയിട്ടില്ല, കുഴപ്പമൊന്നും വരുന്നില്ല, ഏറ്റവും നല്ലതാണ്. അപ്പം നിർത്താതെ ഓതിയാലും കുഴപ്പമൊന്നും വരുന്നില്ല എന്നർത്ഥം. അപ്പോൾ അതും നമ്മൾ മനസ്സിലാക്കുക. ഇനി പറയുന്ന ചിഹ്നം പ്രധാനപ്പെട്ട ചിഹ്നങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. അപ്പോൾ അത് നാം മനസ്സിലാക്കുക. സില എന്ന് പറഞ്ഞാൽ ഖില, സില എന്ന് പറഞ്ഞാൽ നിർത്താമെങ്കിലും ചേർത്തി ഓതലാണ് നല്ലത്. സില എന്ന സ്ഥലത്ത് എത്തി, അവിടെ എത്തിയപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ശ്വാസമൊന്നും മുട്ടിയിട്ടില്ല എങ്കിൽ അവിടെ നിർത്താതിരിക്കലാണ് നല്ലത്. നേരെ അതിൻ്റെ ശേഷമുള്ള വാക്കുകൾ എടുത്തിട്ട് നേരെ പോവലാണ്, അവിടെ നിർത്താതെ ഓതലാണ് നല്ലത്. ഇനി ഒരാൾ നിർത്തുകയാണെങ്കിലോ കുഴപ്പമില്ല. ഇവിടുത്തെ നിയമം എന്താ, അത് നമ്മൾ മനസ്സിലാക്കുക. അവിടെ ചേർത്തി ഓതലാണ് നല്ലത്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഖില എന്നുള്ളത്. അവിടെ വഖഫ് ചെയ്യലാണ് ഏറ്റവും നല്ലത്. നേരത്തെ പറഞ്ഞത് സില എന്നുള്ളത് ചേർത്തി ഓതലാണ് ഏറ്റവും നല്ലത്, നേരെ ഓതിപ്പോവലാണ് ഏറ്റവും നല്ലത്. ഖില എന്നുള്ളിടത്തോ വഖഫ് ചെയ്യലാണ്, സ്റ്റോപ്പ് ചെയ്യലാണ് ഏറ്റവും നല്ലത്. അപ്പോൾ അത് രണ്ടും മനസ്സിലാക്കുക.
ഖീല എന്നുള്ളത് എന്ത് ചെയ്യുക, സ്റ്റോപ്പ് ചെയ്യുക. സില എന്നുള്ളത് ചേർത്തി ഓതുക. ഇനി അതേപോലെ തന്നെ മറ്റൊരു ചിഹ്നമാണ് മീമ്. നീണ്ട അതിൻ്റെ വാല് നേരെ പോയ മീമ്. ആ മീമ് താഴോട്ട്, അതിൻ്റെ വാല് ഭാഗം താഴോട്ട് പോയതുണ്ട്. അതെന്താണ്, നൂനിനെ മറിച്ച് മീമാക്കാനുള്ള ഇഖ്ലാബിൻ്റെ സ്ഥലത്താണ് അത് വരുന്നത്. നേരെ പോയ മീമ്, ആ മീം എന്താണ്, അവിടെ വഖഫ് ലാസിമ് എന്നർത്ഥം. വഖഫ് നിർബന്ധമാണ് എന്നർത്ഥം. നിർബന്ധം പറഞ്ഞാൽ ശക്തിയായ സുന്നത്ത് എന്നർത്ഥം. ഇവിടെ ഒരാൾ നിർത്തിയിട്ടില്ല എങ്കിൽ, അപ്പോൾ അത് സാധാരണ നമ്മൾ പഠിച്ച നിർബന്ധം, അത് നമ്മൾ സാധാരണ ഫിഖ്ഹിൽ പഠിച്ച നിർബന്ധം ഉണ്ടല്ലോ, ആ ഒരു നിർബന്ധത്തിലല്ല ഖുർആൻ ഇവിടെ ശക്തിയായ സുന്നത്താണ് എന്നർത്ഥം. മുഅക്കദായ സുന്നത്താണ്, നിർത്തലാണ് ഏറ്റവും നല്ലത്. അപ്പോൾ വഖഫ് നിർബന്ധം എന്ന് പറഞ്ഞാൽ മുഅക്കദായ സുന്നത്ത് എന്നർത്ഥം. അപ്പോൾ അവിടെ എന്ത് ചെയ്യുക, അപ്പോൾ ഏറ്റവും നല്ലത് എന്താണ്, അവിടെ നിർത്തലാണ് നല്ലത് എന്നർത്ഥം. എന്ന് പറഞ്ഞാൽ ഒന്നുകൂടി നേരത്തെ പറഞ്ഞതിലേറെ സ്ട്രോങ് ആണ് എന്നർത്ഥം. ഏത് ഖീല പറഞ്ഞല്ലോ, വഖഫ് ചെയ്യലാണ് ഏറ്റവും നല്ലത്. അതിലേറെ കുറച്ചും കൂടി സ്ട്രോങ് ആണ് എന്ത്, മീമ് എന്ന സ്ഥലത്ത് നിർത്തലാണ് ഏറ്റവും കൂടുതൽ നല്ലത് എന്നർത്ഥം. അപ്പോൾ അത് നാം മനസ്സിലാക്കാം. അതിൻ്റെ കൂടെ ലാ എന്നുള്ളത്, ലാ എന്ന ചിഹ്നം വന്നാൽ നിർത്തരുത് എന്നർത്ഥം. അപ്പോൾ അത് ആയത്തിൻ്റെ അവസാനത്തിലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അവിടെ നിർത്തുന്നതിന് കുഴപ്പമില്ല. അതല്ല, അതിൻ്റെ ആയത്തിൻ്റെ ഇടയിലൊക്കെ ഈ ലാ വന്നിട്ടുണ്ടെങ്കിൽ ആ വാക്കിൻ്റെ അവിടെ നിർത്താതിരിക്കലാണ് നല്ലത് എന്നർത്ഥം. അപ്പോൾ ഇത് രണ്ടും മനസ്സിലാക്കുക. നേരത്തെ പറഞ്ഞ് സില ഖീല, അപ്പോൾ ഈ ഒരു മെത്തേഡ് മനസ്സിലാക്കിയാൽ മതി. സില ഖീല, സില എന്ന് പറഞ്ഞാൽ ചേർത്തി ഓതലാണ് നല്ലത്. ഖീല എന്ന് പറഞ്ഞാൽ വഖഫ് ചെയ്യലാണ് നല്ലത്. മീം എന്നുള്ളത് വഖഫ് ലാസിമ് നിർബന്ധമാണ്, മുഅക്കദായ സുന്നത്താണ്. ലാ എന്ന് പറഞ്ഞാൽ ഇല്ല എന്നർത്ഥം, നിർത്തരുത് എന്നർത്ഥം. അപ്പോൾ അത് നമ്മൾ പ്രത്യേകം ഇനി തോ ആണ്, തോയും സായും. തോ എന്ന് പറഞ്ഞാൽ വഖഫ് ചെയ്യലാണ് നല്ലത്. നേരത്തെ പറഞ്ഞ് മാറാൻ പാടില്ല, വഖഫ് ചെയ്യലാണ് ഏറ്റവും നല്ലതെന്നാണ് പറഞ്ഞത്. ഇവിടെ തോയും സായും വഖഫ് ചെയ്യലാണ് നല്ലത്. തോ എന്ന ചിഹ്നം കണ്ടാൽ വഖഫ് ചെയ്യലാണ് നല്ലത്. സായ എന്നുള്ളിടത്ത് ചേർത്തി ഓതലാണ്. സില എന്ന് പറഞ്ഞല്ലോ, അവിടെ സില എന്നുള്ളിടത്ത് ചേർത്തി ഓതലാണ് ഏറ്റവും നല്ലത് എന്നർത്ഥം. ഇവിടെ ചേർത്തി ഓതലാണ് നല്ലത്. നേരത്തെ ഉള്ളിടത്ത് എന്ത് ചെയ്യണം, ഒന്നുകൂടി നമ്മൾ സാധാരണ ഓതി പോകുന്ന സ്ഥലമാണെങ്കിൽ എന്ത് ചെയ്യുക, പിന്നെ അവിടെ നിർത്താതിരിക്കലാണ് ഏറ്റവും നല്ലത്. ഇനിയിപ്പോൾ ഇവിടെ നിർത്തിയതുകൊണ്ട് പിന്നെ അവിടെ ആണെങ്കിലും ഇവിടെ ആണെങ്കിലും എന്തില്ല, പ്രശ്നമില്ല. എങ്കിലും അവിടെ ഒന്നും കൂടി നമ്മൾ ഓതി പോകുമ്പോൾ സില എന്ന സ്ഥലത്ത് നേരെ പോകലാണ് നല്ലത്. ഇവിടെ ചെമ്പോൾ നിർത്തിയാലും കുഴപ്പമൊന്നുമില്ല, എങ്കിലും ചേർത്തി ഓതലാണ് നല്ലത് എന്നർത്ഥം. പിന്നെ ഉള്ളത് ജീമാണ്. ജീമും ഖാഫും. ജീം എന്നുള്ളത് ജായിസ് എന്നർത്ഥം, അനുവദനീയമാണ് എന്നർത്ഥം. നമുക്കിഷ്ടമുള്ളത് ചെയ്യാം. നിർത്തണമെങ്കിൽ നിർത്താം, അല്ലെങ്കിൽ നിർത്താതിരിക്കും ചെയ്യാം. നമ്മൾ സാധാരണ ജായിസ് എന്ന് പറഞ്ഞാൽ അനുവദനീയം, എന്തും അനുവദനീയമാണ്. നിർത്തണമെങ്കിൽ നിർത്താം. ജീം എന്നുള്ള സ്ഥലത്ത് ജീമിൻ്റെ ചിഹ്നം കണ്ടാൽ അവിടെ എന്ത് ചെയ്യാം, നിർത്തണമെങ്കിൽ നിർത്താം, അല്ലെങ്കിൽ നിർത്താതെ പോകണമെങ്കിൽ അതും ചെയ്യാം, രണ്ടും ചെയ്യാം. അത് നമുക്കിഷ്ടം. പിന്നെയുള്ളത് വെറും ഖാഫ്. ഖാഫ് എന്ന അക്ഷരം മാത്രമുണ്ടെങ്കിൽ അവിടെ നിർത്താമെന്ന ഒരു അഭിപ്രായമുണ്ട് എന്നർത്ഥം. അപ്പോൾ അവിടെ ഒന്നുമില്ല, നിർത്തണമെങ്കിൽ നിർത്താം, അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നിർത്താം എന്നുള്ള അഭിപ്രായം ഉണ്ടായതുകൊണ്ട് എന്ത് ചെയ്യുക, നിർത്താമെന്നർത്ഥം. പിന്നെ പ്രധാനപ്പെട്ടൊരു ചിഹ്നമാണ് സീന്. വെറും സീന് മാത്രം ഉണ്ടാവുമല്ലോ, സക്ത എന്നർത്ഥം. സക്ത എന്ന് പറഞ്ഞാൽ ശ്വാസം വിടാതെ നിർത്തുക. ഇപ്പം യാസീനിലൊക്കെ ഉണ്ടല്ലോ, മിമ്മർഖദിന ഹാദാ മാ വഅദർ റഹ്മാനു. അപ്പോൾ അവിടെ എന്ത് ചെയ്യുക, قالوا يا ويلنا من بعثنا من مرقدنا هذا ما وعد الرحمن. അപ്പോൾ അവിടെ ചെറിയ സ്റ്റോപ്പാക്കി, പക്ഷേ ശ്വാസം വിട്ടിട്ടില്ല. അപ്പോൾ ശ്വാസം വിടാതെ നിർത്തുക എന്നർത്ഥം. മറ്റേത് വഖഫ് എന്ന് പറഞ്ഞാൽ എവിടെ നമുക്ക് നിർത്തുന്നത് എന്തിനാ, നമ്മൾ ശ്വാസം വിടാൻ വേണ്ടി നിർത്തുകയാണ്. വഖഫ് എന്ന് പറഞ്ഞാൽ ശ്വാസം വിടാൻ വേണ്ടി നിർത്തുന്നതിനാണ് വഖഫ് എന്ന് പറയാം. അപ്പോൾ ശ്വാസമാണ് വിടുക. ഇവിടെ ശ്വാസം വിടരുത്, എന്നിട്ട് സ്റ്റോപ്പാക്കുക. അവിടെ ശ്വാസം ഒന്ന് പിടിച്ച് വെക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, സ്റ്റോപ്പാക്കിയിട്ട് അടുത്ത വാക്ക് ഓതുക. മിമ്മർഖദിന ഹാദാ മാ വഅദർ റഹ്മാൻ. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് ക്ലാസ്സുകൾ മുൻകഴിഞ്ഞ് പോയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യുക, നമ്മളെ ചാനലിലൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് നോക്കിയാൽ നമുക്ക് തിരിയും. പിന്നെ തജ്വീദിൻ്റെ ഒരുപാട് നിയമങ്ങളൊക്കെ ഉണ്ടല്ലോ, ആ നിയമങ്ങളൊക്കെ ഓരോ സൂറത്തുകളൊക്കെ ആയിട്ട് നമ്മൾ ക്ലാസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യുക, കേൾക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ
സീന് എന്നുള്ള ആ ഒരു ചിഹ്നം കണ്ടാൽ അവിടെ ശ്വാസം വിടാതെ നിർത്താൻ വേണ്ടിയാണ് ആ ചിഹ്നം കൊടുത്തിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുക. പിന്നെ ഉള്ളത് 3 ഡോട്ടാണ്. 3 ഡോട്ട് പറഞ്ഞാൽ അതിൻ്റെ കുറച്ചപ്പുറത്ത് വേറെ 3 ഡോട്ടും കൂടി ഉണ്ടാവും. 3 പുള്ളി 3 പുള്ളി ഈ ഒരു വാക്ക് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അതിൻ്റെ മേലെ ഉണ്ടാവും. അതിന് കുറച്ചപ്പുറത്ത് എവിടെയെങ്കിലും ഇതുണ്ടാവും, 3 പുള്ളി ഉണ്ടാവും. നമ്മൾ ഖുർആനിൽ കണ്ടിട്ടുണ്ടല്ലോ, പിന്നെ ബഖറ സൂറത്തിൽ തന്നെ ഉണ്ടല്ലോ, അലിഫ് ലാം മീം ദാലികൽ കിതാബു ലാ റൈബ് ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ. ഈ ചിഹ്നം രണ്ടാലൊരു സ്ഥലത്ത് നിർത്തുക എന്നുള്ളതാണ്. അതാണ് ഏറ്റവും നല്ലത്. അവിടെ രണ്ടിടത്തും നിർത്തണം എന്നുള്ള നിർബന്ധമൊന്നുമില്ല, എങ്കിലും നിർത്തുകയാണെങ്കിൽ രണ്ടാലൊരു സ്ഥലത്തേ നിർത്താൻ പാടുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ അത് നാം മനസ്സിലാക്കുക. ഒന്നെങ്കിൽ ദാലികൽ കിതാബു ലാ റൈബ് ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ, ഒന്നെങ്കിൽ അങ്ങനെ ഓതുക. അല്ലെങ്കിലോ ദാലികൽ കിതാബു ലാ റൈബ ഫീഹി ലാ റൈബ ഫീഹി. ഇപ്പോൾ അവിടെ സ്റ്റോപ്പാക്കി. ഇനിയോ ഹുദൽ ലിൽ മുത്തഖീൻ. അപ്പോൾ രണ്ടാലൊരു സ്ഥലത്ത് നിർത്തുക എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് പ്രധാനപ്പെട്ട ചിഹ്നങ്ങൾ. ഇത് നാം പ്രത്യേകം മനസ്സിലാക്കുക. പിന്നെ ഈ ആയത്തിൻ്റെ എല്ലാ അവസാനത്തിലും എന്ത് ചെയ്യുക, സ്റ്റോപ്പാക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. അത് എന്ത് ചെയ്യുക, അവിടെ പിന്നെ സ്റ്റോപ്പാക്കണം എന്നുള്ള ഉദ്ദേശത്തിൽ തന്നെയാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ആയത്തിൻ്റെ അവസാനം ആ ചിഹ്നങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എന്ന് പറഞ്ഞ ചിഹ്നങ്ങളെ പ്രത്യേകം നാം നോട്ട് ചെയ്യേണ്ടത് സില എന്നുള്ളത് അത് ചേർത്തി ഓതലാണ് ഏറ്റവും നല്ലത്. ഖില എന്ന് പറഞ്ഞാൽ നിർത്തലാണ് ഏറ്റവും നല്ലത് എന്നർത്ഥം. മീമും ലായും മീമ് നിർത്തലാണ് ഏറ്റവും, അവിടെ നിർത്തണം എന്നർത്ഥം. നിർത്തൽ നിർബന്ധമാണ്, അല്ലെങ്കിൽ ശക്തിയായ സുന്നത്താണ് എന്നർത്ഥം. ലാ എന്ന് പറഞ്ഞാൽ നിർത്തരുത് എന്നർത്ഥം. ഇതാണ് പ്രധാനപ്പെട്ട ഇത്. പിന്നെ സക്തയും, പിന്നെ അതേപോലെ തന്നെ ആ 3 പുള്ളിയുള്ളത് 6 പുള്ളികളുണ്ടല്ലോ ഡോട്ടുള്ളത്, അപ്പോൾ അതും പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ തോവും സായും, തോ എന്ന് പറഞ്ഞാൽ വഖഫ് ചെയ്യലാണ് ഏറ്റവും നല്ലത്. സായ് എന്ന് പറഞ്ഞാൽ ചേർത്തി ഓതലാണ് നല്ലത്. തോ എന്ന് പറഞ്ഞാൽ പിന്നെ വഖഫ് ചെയ്യലാണ് നല്ലത്. സായ് എന്ന് പറഞ്ഞാൽ ചേർത്തി ഓതലാണ് നല്ലത്. ജീം എന്നുള്ളത് രണ്ടും പറ്റും എന്നർത്ഥം. നിർത്തണമെങ്കിൽ നിർത്താം, അല്ലെങ്കിൽ നിർത്താതിരിക്കാം. ഖാഫ് എന്ന് പറഞ്ഞാൽ നിർത്താമെന്ന ഒരഭിപ്രായം ഉണ്ട് എന്നർത്ഥം. അപ്പോൾ എന്ത് ചെയ്യുക, നിർത്തണമെങ്കിൽ നിർത്താം, അല്ലെങ്കിൽ നിർത്തണില്ലെങ്കിൽ നിർത്തണില്ല. പിന്നെ നിർത്താതെ നമുക്ക് എന്ത് ചെയ്യാം, ഓതാം. രണ്ടും ആയാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ പറഞ്ഞത് സക്തയാണ്, സീനാണ്. പിന്നെയുള്ളത് 6 ഡോട്ട്. ആ 6 ഡോട്ട് എന്ന് പറഞ്ഞാൽ ആദ്യം 3 ഡോട്ട്, പിന്നെ 3 ഡോട്ട്. അപ്പോൾ രണ്ടാലൊരു സ്ഥലത്ത് നിർത്താമെന്നർത്ഥം. അപ്പോൾ അതാണ് ഈ പറഞ്ഞ ചിഹ്നങ്ങൾ. അപ്പോൾ ഇത് നാം പ്രത്യേകം മനസ്സിലാക്കുക. ചിഹ്നങ്ങൾ എന്തിനാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കി. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകളൊക്കെ, മുൻകഴിഞ്ഞ ക്ലാസ്സുകളൊക്കെ കേൾക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. പിന്നെ കേൾക്കുക എന്ന് മാത്രമല്ല, നമ്മുടെ ക്ലാസ്സുകളൊക്കെ പരമാവധി എന്ത് ചെയ്യുക, പിന്നെ വാട്സപ്പിലും മറ്റൊക്കെ എന്ത് ചെയ്യുക, പിന്നെ മറ്റുള്ള നമ്മുമായി ബന്ധപ്പെട്ട ഒരുപാട് ആൾക്കാർ, നമ്മളെ കൂട്ടുകാർക്ക് എന്ത് ചെയ്യുക, എല്ലാവരും എത്തിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഒരു പക്ഷേ നമുക്ക് ചില ആളുകളൊക്കെ 1-2 ആളുകളൊക്കെ പറയാറുണ്ട്, പ്രായമുള്ള ആളുകളൊക്കെ പറയാറുണ്ട്, പിന്നെ ക്ലാസ് കേൾക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ട്, പിന്നെ അത് മറന്നു പോവുകയാണെന്ന്. അപ്പോൾ അങ്ങനത്തെ ആളുകളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ കഴിവിൻ്റെ പരമാവധി ഖുർആനിലായിട്ട് നിൽക്കുക. ഞാനായാലും വേണ്ടില്ല, മറ്റുള്ളവരിലേക്കൊക്കെ എത്തിക്കുമ്പോൾ നമ്മളെ കാരണം കൊണ്ട് ആരെങ്കിലുമൊക്കെ ഓതുകയാണെങ്കിൽ അവർക്കും പിന്നെ അതൊരു ഗുണമാണ്. അതിൻ്റെയൊക്കെ പുറമെ നമ്മളെ കാരണം കൊണ്ടാണ് അവർക്ക് കിട്ടിയതെങ്കിൽ അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു മിസ്ൽ സവാബ് നമുക്ക് കിട്ടുകയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ വലിയ നേട്ടമുണ്ട് നമ്മുടെയൊക്കെ. പിന്നെ ഏതായാലും ഫോണിൽ ഇരിക്കുകയാണ്. അപ്പോൾ ഇരിക്കുമ്പോൾ നല്ലത് ഫോൺ കൊണ്ടിപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, പിന്നെ നല്ല വശമുണ്ട്, ചീത്ത വശമുണ്ടല്ലോ. അപ്പോൾ നമ്മളത് നല്ലൊരു ഭാഗത്തേക്ക് മാത്രം മാറ്റി വെക്കുകയാണെങ്കിൽ അതുകൊണ്ടുള്ള ഗുണം നമുക്ക് തന്നെയാണല്ലോ. അപ്പോൾ അത് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ അതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ട് കൂടുതൽ സമയം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ഖുർആനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട്, ഇൽമുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ നമ്മളൊക്കെ ജോലിയാകുക. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രത്യേകിച്ച് റമദാനൊക്കെ വരുന്നത്. അപ്പോൾ കൂടുതൽ ഖത്മ് നമുക്ക് തീർക്കാൻ സാധിക്കണം എന്ന് മാത്രമല്ല, ഓതുന്നത് വളരെ കൃത്യതയോടുകൂടി ഓതുമ്പോൾ അത് നമുക്കും മനസ്സിനൊരു തൃപ്തിയാണ്. അപ്പോൾ ഓതേണ്ട രൂപത്തിലൊക്കെ ഓതുമ്പോൾ നമുക്കും തൃപ്തി ഉണ്ടാവും, പടച്ചറപ്പിനും കൂടുതൽ തൃപ്തി ഉണ്ടാവും. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പിന്നെ നമ്മുടെ കുട്ടികൾക്ക് മറ്റൊക്കെ ക്ലാസ് വിശുദ്ധ ഖുർആനിൽ
ചെറിയൊരു 25 ദിവസത്തെ ഒരു ക്ലാസ് വെക്കുന്നുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് കുറഞ്ഞ കുട്ടികൾ ജോയിൻ ചെയ്തിട്ടുണ്ട്. താല്പര്യം ഉള്ള കുട്ടികളൊക്കെ എന്ത് ചെയ്യുക, പിന്നെ ജോയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. രക്ഷിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഏതായാലും ആ രാവിലത്തെ സമയം രാവിലെ അല്ലെങ്കിൽ കുറഞ്ഞൊരു പിന്നെ ഒന്നുകിൽ രാവിലെ അല്ലെങ്കിൽ 10 മണി അല്ലെങ്കിൽ ഉച്ചയ്ക്ക് പിന്നെ ഏതായാലും പിന്നെ സ്കൂൾക്ക് പരീക്ഷയൊക്കെ വരികയാണല്ലോ, അപ്പോൾ അത് കയ്യലോട് കൂടെ അപ്പോൾ എന്ത് ചെയ്യുക ഒന്നുകൂടി ഫ്രീ ആകും. അപ്പോൾ താല്പര്യമുള്ള കുട്ടികളൊക്കെ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക. ചെറിയൊരു ഫീസും ഉണ്ടായിരിക്കുന്നതാണ്, അപ്പോൾ അതും പ്രത്യേകം ശ്രദ്ധിക്കുക. ഇൻഷാ അല്ലാഹ് ക്ലാസ് ഉപകാരപ്പെടും എന്ന് തീർച്ചയായിട്ടും ഉറപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക, ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലാഹു തആല നമുക്ക് വിശുദ്ധ ഖുർആൻ കൊണ്ട് വിജയിക്കാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ധാരാളം ഖുർആനൊക്കെ ഓതാനുള്ള അവസരം അല്ലാഹു തആല നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതിനുള്ള തൗഫീഖ്, അതിനുള്ള സാഹചര്യം, അതിനുള്ള സന്മനസ് അല്ലാഹു തആല പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധ ഖുർആനൊക്കെ നല്ല അറാഹത്തോടുകൂടെ സന്തോഷത്തോടുകൂടെ സ്വീകരിക്കാനും ധാരാളം ഇബാദത്തുകളെ കൊണ്ട് ധന്യമാക്കാനുള്ള തൗഫീഖ് അല്ലാഹു തആല പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധ റമദാൻ കൊണ്ടൊക്കെ വിജയിക്കുന്നവരിൽ അല്ലാഹു തആല നമ്മയും നമ്മുടെ ബന്ധപ്പെട്ട എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.